വയറ്റിലെത്തുന്നത് അഴുകിയതും പഴകിയതുമോ? കൊല്ലത്ത് പഴകിയ 300 കിലോ കോഴിയിറച്ചി പിടികൂടി. തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കോഴിയിറച്ചിയാണ് കടയ്ക്കൽ കുമ്മണിൽ വെച്ച് അധികൃതർ പിടികൂടിയത്. പിടിച്ചെടുത്ത കോഴിയിറച്ചി കുഴിച്ചു. രാവിലെ 10 മണിയോടെ കുമ്മിളിൽ ഒരു പഴയ ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാരുടെ പരിശോധന. ഓട്ടോറിക്ഷയിൽ കണ്ടത് പഴകിനാറിയ കിലോ കണക്കിന് കോഴിയിറച്ചി. പോലീസ് സംശയത്തിന് മൊത്തം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ഈ കോഴി ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് ഹെൽത്തുകാരെ വിളിച്ച് കാണിച്ച് ഹെൽത്തുകാരെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പം ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ 1-2 കടകളിൽ, കുമ്മളിൽ 1-2 കടകളിലും, കടയ്ക്കലും, ചടയമംഗലം, ഓയൂര് അങ്ങനെ കുറെ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. നാട്ടുകാർ കടക്കൽ പോലീസിനെയും പഞ്ചായത്ത് അധികൃതരെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെയും വിളിച്ചറിയിച്ചു. ജില്ലയിലെ വിവിധ ഹോട്ടലുകളിലേക്കും ബേക്കറികളിലേക്കും അൽഫാം, ഷവായി, ഷവർമ തുടങ്ങിയവയ്ക്കായി തിരുവനന്തപുരം നേമത്തു നിന്നും കൊണ്ടുവന്ന കോഴിയിറച്ചി എന്ന ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാർ പോലീസിനോട്. പോലീസ് ഓട്ടോറിക്ഷയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് തെളിഞ്ഞതോടെ പോലീസിന്റെ നടപടി പിഴയിലൊതുങ്ങി. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട കുമ്മളിന് സമീപമുള്ള ക്വാറിയിൽ ഇറച്ചി അത്രയും കുഴിച്ചുമൂടി. ഇത്രയും വലിയ അളവിൽ പഴകിയ കോഴിയിറച്ചി പിടികൂടിയിട്ടും നടപടികൾ പേരിനു മാത്രമായാൽ ഇതിലും പഴകിയ കോഴിയിറച്ചി നിറച്ച വാഹനങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിലുമെത്തും. അങ്ങനെ നാട്ടിൽ ഭക്ഷ്യവിഷബാധയും രോഗങ്ങളും തുടർക്കഥയാകും. അതുണ്ടാകാതിരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കാര്യക്ഷമമാകണം, നടപടികൾ ശക്തമാകണം. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. സംഭവം അൽഫാമും ഷവായുമായാൽ പഴകിയത് ആരറിയാം?